വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഒരുപാട് കാലമായിട്ട് പലരും ചോദിക്കുന്ന നമ്മൾ പല കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും അതിലൊക്കെ താഴെ വന്നിട്ടുള്ളതാണ്. എത്ര രൂപ സാലറി ഉണ്ട്, എത്ര രൂപ അലവൻസുകൾ ഉണ്ട്, ചൈൽഡ് കെയർ ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് RRB ഗ്രൂപ്പ് ഡി ആയിട്ട് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അല്ലെ? ഇതൊക്കെ അറിയുന്നത് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു മോട്ടിവേഷനാണ്. ഇത്ര രൂപ ശമ്പളവും ഇത്ര ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമല്ലോ, അപ്പൊ നന്നായിട്ട് പഠിക്കണം, അല്ലെ? ഇപ്പൊ ഞാൻ ഉള്ള പരിതസ്ഥിതി എന്നൊക്കെ മാറിയിട്ട് ഏറ്റവും നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ഉയർത്താനായിട്ട് എനിക്ക് സാധിക്കും. എന്നിട്ട് വേണം എനിക്ക് എല്ലാവരുടെയും മുന്നിൽ ഒന്ന്, അല്ലെ, നല്ല അഭിമാനത്തോടു കൂടി ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയായിട്ട് നടക്കാനായിട്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നില്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി ആയി നിങ്ങൾ ജോലിക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സാലറി, അല്ലെ? ഞാൻ വെറുതെ ഒരു സാലറി അല്ല പറയുന്നത്, കൃത്യമാണ്. നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, അല്ലെ? ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, സാലറി സ്ലിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 100% ജെനുവിൻ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഡൗട്ടും വിചാരിക്കണ്ട. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്ന അഥവാ പോസ്റ്റ് ചെയ്യപ്പെടുക താഴെ പറയുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ട്രാഫിക്, ടെലികമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മെഡിക്കൽ, സിഗ്നൽ. സോ ഇത് നമ്മൾ പലപ്പോഴും ഓപ്ഷനൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും നമ്മളുടെ മാർക്കും നമ്മളുടെ ഒരു റാങ്ക് പൊസിഷനും ഓക്കെ, പിന്നെ അതുപോലെ വേക്കൻസീസ് എങ്ങനെ, ഏതൊക്കെ വേക്കൻസീസ് ആദ്യം വരുന്നു അതിനൊക്കെ അനുസരിച്ചിട്ട് റെയിൽവേ അതോറിറ്റീസ് ആണ് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോവുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ബേസിക്കലി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കൂടി ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം റെയിൽവേക്ക് 4 സ്റ്റേജസ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലുള്ളത്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ CBT, 2 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അഥവാ PET, 3ാമത്തത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അഥവാ DV, 4ാമത്തത് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. സോ ഇതില് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഒരുപാട് പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് റെയിൽവേ നിഷ്കർഷിക്കുന്ന റെയിൽവേ ഹോസ്പിറ്റൽസിൽ തന്നെയാണ് ഈ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ എഫിഷ്യൻസി ഫിറ്റ്നസ് ഒക്കെ അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഡിപ്പാർട്ട്മെന്റ്സ്, കാരണം നിങ്ങൾക്ക് അറിയാലോ റെയിൽവേ ഇപ്പൊ പ്രത്യേകിച്ച് കണ്ണിന്റെ കാര്യമൊക്കെയാണ്, കണ്ണിന് ഉള്ള നിങ്ങളുടെ പവറിലുള്ള വ്യത്യാസമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ചില ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ വ്യത്യാസം വരാറുണ്ട്. സോ അതുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയാലും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. പെർമനന്റ് വേ എന്നാണ് അത് പറയുന്നത്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കമ്പാരിറ്റീവ്ലി ഇതിൽ കുറച്ചും കൂടി ഒരു ഫിസിക്കൽ നമുക്ക് എഫിഷ്യൻസി കൂടുതൽ വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ അതിനനുസരിച്ച് തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കൂടുതൽ അലവൻസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടും. പിന്നെ അതുപോലെ ഗേറ്റ് കീപ്പേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. യെസ്, അതൊക്കെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇതിലാണ് ഗേറ്റ് കീപ്പേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഗേറ്റ് കീപ്പറിന്റെ ഒരു ജോലി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 12 മണിക്കൂറായിരിക്കും അവരുടെ ജോലി സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതും തമിഴ്നാട്ടിലൊക്കെയാണ് ജോലി കിട്ടുന്നതെങ്കിൽ ഇവിടുത്തെ അത്രയും എന്താ പറയാ ട്രെയിനുകളും കാര്യങ്ങളൊന്നും തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇല്ല. ചെന്നൈയിലൊക്കെ ആണെങ്കിൽ കേട്ടോ, ചെന്നൈ, സേലം, ഈരോടൊക്കെ ആണെങ്കിൽ എല്ലാ സമയത്തും അത്യാവശ്യം നല്ല ട്രെയിൻ ഉണ്ട്, നല്ല റൂട്ടാണ്. പക്ഷെ അതല്ലാത്ത ഒരുപാട് ഏരിയാസ് തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗേറ്റിൽ ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് 12 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം. അവിടെ ഇരുന്ന് വേറെ അപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള എക്സാംസിനൊക്കെ പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഹിന്ദിക്കാരെ കണ്ടല്ലോ, പ്രത്യേകിച്ച് രാജസ്ഥാൻ മീന കാറ്റഗറിയിലൊക്കെ ഒരുപാട് പേര് നമ്മുടെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ റെയിൽവേയിൽ ഗേറ്റ് കീപ്പർ തന്നെ ചോദിച്ചു വാങ്ങാറുണ്ട്. 12 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം. പക്ഷെ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 12 മണിക്കൂർ ബുക്കൊക്കെ എടുത്തിട്ടാണ് അങ്ങോട്ട് പോവുക. അവിടെ ചെന്നിട്ട് അവർക്ക് ജോലി ഇല്ലാത്ത സമയങ്ങളിൽ അവിടെ കിട്ടുന്ന സമയം അവർ മാക്സിമം അവരുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും, അവരത് നന്നായിട്ടിരുന്ന് പഠിക്കും. അവരെപ്പോഴും ആ പഠനം തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ ആ ടെസ്റ്റ് എഴുതി അങ്ങനെ ഉയർന്നുയർന്ന് ഇപ്പൊ റെയിൽവേ ഗാർഡ്, അല്ലെ,
അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ അനുസരിച്ച് അവർ നല്ല നല്ല പോസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ ഉയർന്നു പോകുന്നത് നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ആ ഒരു രീതിയിലൊക്കെ പല പോസ്റ്റുകളിലേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എൻട്രി ലെവൽ പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഹയർ ആയിട്ടുള്ള, ഇപ്പം പലർക്കും TTR ആവുക എന്നുള്ളതൊക്കെ ഒരു സ്വപ്നമായിരിക്കും അല്ലേ. കണ്ടിട്ടില്ലേ TTR ആ കോട്ടൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗമയല്ലേ എല്ലാവരും നോക്കി നിൽക്കുന്ന അല്ലേ. നമ്മളൊക്കെ എപ്പോഴാണ് TTR വരിക അങ്ങനെ ആകാംക്ഷയോട് കൂടി നോക്കി നിൽക്കാറുണ്ട് അല്ലെ. ഒന്നില്ലെങ്കിൽ TTR നമ്മളെ പിടിക്കാനാവും, അല്ലെങ്കിൽ ഓക്കെ അപ്പോഴാവും നമ്മൾ കൂടുതൽ TTR എപ്പോഴാണ് വരാൻ നോക്കുന്നത് അല്ലേ. സോ എന്താണെങ്കിലും അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താനായി സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പലരും നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു തരാണ്ടാവും, പക്ഷെ പോസിറ്റീവായിട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, യെസ്. സോ അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ട്രാഫിക്, ടെലികമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മെഡിക്കൽ, സിഗ്നൽ. മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ ഹോസ്പിറ്റൽസിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടാവുക. മനസ്സിലായോ? ഇതാണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, അടുത്തത് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സാലറി ആൻഡ് അലവൻസസ്, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇപ്പോ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 ആണ്. ബേസിക് പേ ആണ് 18,000. ഒരിക്കലും 18,000 രൂപയല്ല നമ്മുടെ കയ്യിൽ കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാലേ സാലറിയിൽ ഗ്രോസ് സാലറി ഉണ്ടാവും, നെറ്റ് സാലറി ഉണ്ടാവും അല്ലെ. ഡിഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ സാലറി കിട്ടുക. അപ്പോൾ ബേസിക് പേ ആണ് 18,000. ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റ് അലവൻസസ്. ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ മൊത്തം നമുക്ക് കിട്ടുന്ന ശമ്പളം, ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടുന്ന ശമ്പളം. അതിൽ മൈനസ് ഡിഡക്ഷനും കൂടി ഉണ്ടാവും അല്ലെ, ഗ്രോസ് പിന്നെ നെറ്റ് അങ്ങനെ. സോ എന്തൊക്കെ അലവൻസസുകളാണ് റെയിൽവേ തരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിയർനെസ് അലവൻസ് അഥവാ DA. ഈ DA കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക്, അതായത് നമ്മുടെ കേരള ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്കും ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റുകാർക്കും റെയിൽവേക്കാർക്കും ഒക്കെ DA ഉണ്ട്. റെയിൽവേയുടെ DAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുടിശ്ശിക ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് DA കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, വലിയ കുടിശ്ശികയും കാര്യങ്ങളൊന്നും റെയിൽവേയുടെ DA സംബന്ധിച്ച് വരാറില്ല. ഇപ്പൊ നിലവിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിലവിൽ 53% റെയിൽവേയുടെ DA വരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ ജൂലൈയുടെ കണക്ക് പ്രകാരമാണ് 53%. ഇപ്പൊ ജനുവരിയിൽ അത് പുതുക്കിയിട്ട് എത്രയാക്കിയിട്ടുണ്ട്? 2% കൂടി കൂട്ടിയിട്ട് 55%. അതായത് ഈ DA കണക്കാക്കി എങ്ങനെയാണെന്നറിയോ? ബേസിക് പേയുടെ 55% എന്നാണ്. മനസ്സിലായോ? അപ്പൊ ബേസിക് പേയുടെ 55%. ഇപ്പൊ നമ്മളെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അടുത്ത മാസത്തെ സാലറിയിൽ ഈ 55% DAയുടെ കൂട്ടി കിട്ടും എന്നാണ് അവർ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ. യെസ്, എന്താണെങ്കിലും 55% ഇപ്പോ ഉറപ്പായിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ റെയിൽവേയിൽ ജോലിക്ക് കയറുമ്പോൾ, കാരണം എന്താ വെച്ചാൽ എക്സാം കഴിഞ്ഞ് അതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ജോലി കയറാൻ എന്തായാലും കുറച്ച് മാസങ്ങൾ സമയം കിട്ടുമല്ലോ. അപ്പോഴേക്കും ഇത് കുറച്ചും കൂടി എന്താണ് മാറിയിട്ടുണ്ടാവും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക് പേയുടെക്കാളും 55 എന്നുള്ളത് ചിലപ്പോൾ അപ്പോൾ ഒരു 56 or 57% ഒക്കെ DA ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ബേസിക് പേയുടെ ഇത്ര ശതമാനം എന്നുള്ളതാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. ഇപ്പൊ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു എമൗണ്ട് ആണ് കേട്ടോ. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് വ്യത്യാസം വരും. ഞാൻ എടുത്തിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സാലറി സ്ലിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ചില ആയിരങ്ങളുടെയൊക്കെ ഒരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. സോ DA 7,560 നിലവിൽ. ഹൗസ് റെന്റ് അലവൻസ് അഥവാ HRA നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. HRA നിലവിൽ എത്രയാണ്? 3,600 ആണ്. 3,600 ആണ്. അതും HRA നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ ഇതിനനുസരിച്ച് മാറ്റം വരാറുണ്ട്. ഇപ്പോൾ ചെന്നൈയിലൊക്കെ കിട്ടുമ്പോൾ, ചെന്നൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ മെട്രോ ആയിട്ടുള്ള ഒരു നഗരമാണ്. അവിടെയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി HRAയിൽ വർധനവ് ഉണ്ടാവും അല്ലെ. കാരണം അവിടുത്തെ റെന്റ് എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങളെക്കാളും കൂടുതലായിരിക്കുമല്ലോ. സോ ഇതൊരു കോമൺ സെൻസ് ആണ്. സോ HRA അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ സാധാരണഗതിയിൽ കിട്ടാൻ ഉള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 3,600 rupees ആണ്. ഈ HRA നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ക്വാർട്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഈ HRA നിങ്ങൾക്ക് ഇത്ര കിട്ടില്ല. കാരണം അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് താമസിക്കാൻ റെയിൽവേ റെന്റ് ഒന്നും കൊടുക്കാണ്ട് ഒരു ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് തരികയല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ HRAയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ പേരിൽ ക്വാർട്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് 2-3 പേരൊക്കെ ഒരുമിച്ചിട്ടാണ് ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കാറുള്ളത് അല്ലെ. തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ, പിന്നെ കേരളത്തിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ താമസിക്കാറുള്ളത്. എന്താണെങ്കിലും ഹൗസ് റെന്റ് അലവൻസ് ഈ ഒരു രീതിയിലാണ്. ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്? 1,278 രൂപയാണ് ട്രാൻസ്പോർട്ട് അലവൻസ് ആയിട്ട് നിലവിൽ ലഭിക്കുന്നത്.
നമുക്കറിയാം ഈ ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടുന്നത് കൂടാതെ ട്രെയിനിൽ ഇന്ത്യ മുഴുവനും അല്ലെ, കാശ്മീർ തുടങ്ങി കന്യാകുമാരി വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാം. അതിനുള്ള പാസ് ഉണ്ട്. പിന്നെ AC പാസ് ഉണ്ട്. ഒരു വർഷത്തില് 3 പാസ്സാണ്. ഓക്കെ, 3 പാസ് ഉണ്ട് AC പാസ്. പിന്നെ അതും ഇറ്റ് ഡിപ്പെൻസ്, നിങ്ങൾ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പാസിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. AC പാസ് 3 എണ്ണം കിട്ടും. പിന്നെ നിങ്ങൾക്ക് എമർജൻസി കോട്ടയിലൊക്കെ ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സംവിധാനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ മൊത്തം എമൗണ്ടിന്റെ, അതായത് ബുക്ക് ചെയ്യുന്ന സമയത്ത് മൊത്തം എമൗണ്ടിന്റെ 1/4 ഒക്കെ കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. മോണിറ്ററി അല്ലാതെയും കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ദെൻ റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസ്. ഇത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക അലവൻസ് ആണ് റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസ്. നിലവിൽ അത് 2700 രൂപയാണ്. പക്ഷെ അത് ഈ മാസം തൊട്ട് കൂട്ടിയിട്ടുണ്ട്. അതിപ്പോ അറൌണ്ട് ഒരു 3000 സംതിങ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു 500 രൂപയുടെ അടുത്ത് ഇതിന് വർധനവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസ് ഞാനെല്ലാം ഏറ്റവും മിനിമത്തിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാസ്റ്റ്, അതായത് ഫെബ്രുവരിയുടെ സാലറി വെച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദെൻ ഡ്രസ് അലവൻസ് ആനുവൽ ആയിട്ട് കിട്ടുന്നതാണ്. അതായത് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങുമ്പോൾ നിങ്ങളുടെ യൂണിഫോം ഉണ്ടല്ലോ, യൂണിഫോം വാങ്ങാനായിട്ട് നിങ്ങൾക്ക് അലവൻസ് കിട്ടും. അത് എത്ര രൂപ കിട്ടും? 5000 രൂപ കിട്ടും. മനസ്സിലായോ? ഇത് ആനുവൽ ആണ്. അപ്പൊ അത് നമുക്ക് ചില മാസമായിരിക്കുമല്ലോ അത് ഒരുമിച്ച് കിട്ടുകയല്ലേ ചെയ്യാം. അപ്പൊ അങ്ങനെ ആനുവൽ ആയിട്ട് അവർക്ക് കിട്ടിയത് 5000 രൂപയാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏകദേശം എന്താണ് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. ഒരു 35,000 അടുത്താണ് നമുക്ക് കയ്യിൽ കിട്ടുന്ന സാലറി. ഇതിന്ന് എന്തൊക്കെ കുറയും? NPS ഡിഡക്ഷൻ ഉണ്ടാവും. NPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെൻഷൻ സ്കീമാണ്, നാഷണൽ പെൻഷൻ സ്കീമാണ്. ഈ പെൻഷൻ സ്കീമിലേക്ക് സാധാരണ കട്ട് ചെയ്യാറുള്ളത് അറൌണ്ട് ഒരു 2500-3000 രൂപയുടെ അടുത്താണ് NPSലേക്ക് കട്ടായി പോകാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഡിഡക്ഷൻ വരാൻ സാധ്യത ഉള്ളത് നിങ്ങൾ വേറെ എന്തെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഡക്ഷൻ വരും. പിന്നെ നിങ്ങൾ റെയിൽവേക്ക് എംപ്ലോയീസ് യൂണിയൻ ഉണ്ടല്ലോ, എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഇന്ന് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും എന്താണ് അതിന്റെയൊക്കെ ലോണ് എന്റെ എമൗണ്ട് ഒക്കെ ഡിഡക്ട് ചെയ്യും. അങ്ങനെയൊക്കെ എന്താണെങ്കിലും ഇതൊന്നും ഇല്ലാണ്ട് NPS ഡിഡക്ഷൻ മാത്രമൊക്കെയാണ് വരുന്നതെങ്കിൽ 35,000 രൂപയോളം എന്തായാലും നിലവിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. നിങ്ങൾ കയറുമ്പോഴേക്കും ഈ തുക എന്തായാലും വർധനവ് ഉണ്ടാവും എന്നുള്ളതാണ്. യെസ്. ഇനി വേറൊരു സുപ്രധാനമായ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 അതായത് അടുത്ത കൊല്ലം പുതിയ പേ കമ്മീഷൻ വരികയാണ്. പുതിയ പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ബേസിക് പേ തന്നെ എന്താണ്? മാറും. ഓക്കെ, ബേസിക് പേ തന്നെ മാറും. അപ്പൊ ബേസിക് പേ മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ പറയുന്ന എല്ലാം മാറും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറൌണ്ട് 45,000 to 50,000 ഉള്ളിൽ എന്തായാലും ഇൻ ഹാൻഡ് സാലറി കിട്ടുമെന്നുള്ളതാണ്. 45 to 50K. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു സാലറി കിട്ടണമെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതി പാസ്സായിട്ട് നിങ്ങൾ ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് നിലവിലുള്ള ആ ഒരു പോസ്റ്റുകളിൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പോസ്റ്റുകളിലൊക്കെ എത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഈ ഒരു സാലറി പാക്കേജ് കിട്ടുള്ളൂ. ശരിയല്ലേ? യെസ്. പക്ഷേ അല്ലെങ്കിൽ SI അങ്ങനത്തെ പോസ്റ്റൊക്കെ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്കാണ് കേരളത്തിൽ ഈ സാലറി. പക്ഷേ റെയിൽവേയില്, സെൻട്രൽ ഗവൺമെന്റിൽ ഏറ്റവും ഒരു എൻട്രി ലെവൽ പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ സാലറി കിട്ടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതും 10th ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്ക്. അപ്പോൾ ഇത് എത്ര വലിയൊരു സുവർണാവസരമാണ് അല്ലെ. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രത്യേകമായിട്ടൊരു ലീവ് ഉണ്ട്, ചൈൽഡ് കെയർ ലീവ്, CCL എന്ന് പറയും. 750 ദിവസം അഥവാ 2 വർഷം അല്ലെ. ദിവസത്തിന്റെ കണക്കാണ് കേട്ടോ നമ്മൾ ലീവ് എഴുതി കൊടുക്കുമ്പോൾ പറയേണ്ടത്. സോ 750 ദിവസം അഥവാ 2 വർഷം. ഓക്കെ, CCL ലീവ് ഉണ്ട് വിത്ത് സാലറി. ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് എന്താണ്, ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ബ്രേക്ക് എടുത്ത് പതുക്കെ നമ്മുടെ കുട്ടിക്ക് 18 വയസ്സാവണതിന്റെ ഉള്ളിൽ നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് റെയിൽവേ മുന്നോട്ട് വെക്കുന്നത് അല്ലെ. അപ്പോൾ ഇത്രയേറെ അവസരം. പിന്നെ എന്തിനാ നിങ്ങൾ മടിച്ചു നിൽക്കുന്നേ? എന്താ നിങ്ങളെ ഹിൻഡർ ചെയ്യുന്ന ഘടകം? എന്താ മുന്നോട്ട് വരാൻ, പണിയെടുക്കാൻ, പഠിക്കാൻ, വിജയിക്കാൻ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഘടകം എന്താണ്? ആ ഘടകം എന്ത് തന്നെയാണെങ്കിലും അതൊന്നും തന്നെ നിങ്ങളുടെ ഡ്രീമിനെക്കാട്ടിലും വലുതല്ല. സോ നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ജോലി നേടുക എന്നുള്ളത് അല്ലെ. അപ്പോ ആ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറച്ച തീരുമാനം ഇന്നെടുക്കുക. ഈ ജോലി നിങ്ങൾക്കുള്ളതാണ്. ഇതൊരു പരസ്യവാചകമല്ല. എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ട അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, CC ഉണ്ട്. സോ തീർച്ചയായിട്ടും നമ്മുടെ റെയിൽവേയുടെ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. അതിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം,
ഏത് ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് നമുക്ക് ക്ലിയർ ചെയ്ത് നല്ല മാർക്ക് നേടാനായി സാധിക്കും. കാരണം 32,000-ഓളം വേക്കൻസീസ് ഉണ്ട്. ടോട്ടൽ വേക്കൻസീസ് 32,000 എബവ് ആണ്. സോ ഈ ഒരു അവസരം എപ്പോഴും വരില്ല. വരുന്ന സമയത്ത് അതിനെ എന്ത് ചെയ്യാം? യെസ്, ആ ബോൾ നിങ്ങളിലേക്ക് എറിഞ്ഞിരിക്കുകയാണ്. ആ ബോൾ പിടിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? നിങ്ങളുടേതാണ്. സോ നിങ്ങളത് തീർച്ചയായിട്ടും പിടിക്കും, അത് നന്നായിട്ട് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു.